കുര്യക്കുറുപ്പിന്റെ അന്തസ്സിന് ചേർന്നൊരു മരുമകനെ എനിക്ക് അപ്പച്ചി കണ്ടെത്തേണ്ടി വരും. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ പോലും അനുവാദമില്ലാത്തൊരു ശോഭിക്കപ്പെട്ട ജീവിതം. മടുത്തു എനിക്ക്. ഹരിതേ, അവനവൻ കഴിച്ച എച്ചിൽ പാത്രം അവനവൻ തന്നെ കഴുകണമെന്നേ സുചിത്രടുത്ത് പറഞ്ഞോളൂ. അതിനാണല്ലോ ഹരിത വഴക്കിട്ട് പിണങ്ങി പോന്നത്. ഓ ഹരിതേ, നോക്ക്, നിന്നോട് വഴക്കിട്ടതില് സുചിത്രടുത്തേക്ക് നല്ല വിഷമമുണ്ട്. 1000 തവണ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും എഴുതി ഒരുക്കോ. എഴുത്തിയുടെ നല്ല മനസ്സിനെ മാനിച്ചെങ്കിലും നീ വീട്ടിലേക്ക് പോണം. മതി. ആരുടെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. ആരുടെയും കളിപ്പാവയാവാൻ ഇനി ഹരിതയെ കിട്ടുമെന്ന് കരുതണ്ട. അങ്ങനെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കടി. മാധവന്റെ കുടുംബം കൂട്ടത്തോടെ വന്ന് നിന്റെ കാല് പിടിച്ചിട്ട് മതി നീ ഇനി എങ്ങോട്ടും ചലിക്കാൻ. നിന്റെ പിന്നിൽ അപ്പച്ചുണ്ടടി. നന്നായി മോളെ, ആ നശൂലത്തെ കണ്ടപ്പോ നീ പ്ലേറ്റ് തിരിച്ചു വിട്ടത് നന്നായി. ആരുടെ മുന്നിൽ താന്നു കൊടുത്താലും ആ വന്ദനയുടെ മുമ്പിൽ താന്നു കൊടുക്കരുത്. അല്ല, ഇനി എന്താ നിന്റെ പരിപാടി?